പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് എനിക്ക് ശക്തമായൊരു പ്രചോദനം കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യേശു പറഞ്ഞു. ആരോട് പറഞ്ഞു? നമ്മളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്നാണ് യേശു പറയണത്. ഹല്ലേലൂയ. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥനയിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ വിശ്വാസമർപ്പിക്കണം, വിശ്വസിക്കണം. ഒരു 3 കാര്യങ്ങൾ പറയാനുള്ള നേരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുക. 2, പ്രാർത്ഥനയിൽ വിശ്വസിക്കുക. 3, ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുലിഖിതം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതം. ഉറക്കെ വായിച്ചേ, ബൈബിൾ തുറന്ന് നോക്കിയിട്ട് ഉറക്കെ വായിച്ചേ. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. അടുത്തത്, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. അടുത്തത്, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിനോട് വാങ്ങാൻ പറയുന്നുണ്ട്, കർത്താവിൽ വിശ്വസിക്കാൻ പറയുന്നു, കർത്താവിനോട് ചോദിക്കാൻ പറയുന്നു. ഞാൻ പല തരത്തിലുള്ള കർത്താവിനെ എനിക്കറിയാം. ഉണ്ണീശോയുണ്ട്, ഉണ്ണീശോയോട് ചോദിക്കാം അല്ലേ. പിന്നെ ബാലനായ യേശുവിനോട് ചോദിക്കാം, തിരുഹൃദയത്തോട് ചോദിക്കാം, ഉത്ഥാനം ചെയ്ത കർത്താവിനോട് ചോദിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തോന്നും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവിൻ്റെ മനസ്സ് കർത്താവ് വെളിപ്പെടുത്തിയത്. അതാണ് അപ്പോസ്തലന്മാരിൽ തീഷ്ണമതിയായ പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതിന് വചനഭാഗം ആദ്യം നിങ്ങളോട് പറയാം. അതാണ് 1 കൊറിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുലിഖിതം. അതിൻ്റെ മർമ്മം വെളിപ്പെട്ടപ്പോൾ പിന്നെ പൗലോസ് അപ്പോസ്തലൻ അതല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. വായിച്ചു നോക്കിയേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ, ഒരാത്മീയ മനുഷ്യനായി തീർന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അത്ഭുതകരമായൊരു വെളിപാടാണ്, ക്രൂശിതനെ കുറിച്ച് അറിഞ്ഞാൽ മതി. ക്രൂശിതനായ യേശുവിനോട് പ്രാർത്ഥിക്കുക, കുരിശിൽ മരിച്ച ഈശോയെ ഹൃദയത്തിൽ ധ്യാനിക്കുക, ക്രൂശിതനായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക, ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാത്ത, എനിക്ക് ഈ കുരിശിൽ രക്തം കണ്ടാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇങ്ങനെ മുൾമുടി അരിച്ചിരിക്കുന്ന ഈശോയും ഈ മർദ്ദനേറ്റ ഈശോയും കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള രംഗങ്ങൾ പരമാവധി ഒഴിവാക്കും. എനിക്കിഷ്ടമുള്ളതുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, കടലിനെ ശാന്തമാക്കിയ ഈശോ, പിന്നെ താപോർമലയിൽ രൂപാന്തരപ്പെട്ട ഈശോ, പിന്നെ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോ ഇച്ചിരി വിഷമമുള്ള ഈശോ, അത് വേണ്ട. പിന്നെ ഉയർത്തെഴുന്നേറ്റ ഈശോ, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ, മഹത്വപൂർണനായി രണ്ടാമതും വരാനിരിക്കുന്ന ഈശോ, നിത്യവിദ്യാളനായ ഈശോ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുറിവില്ലാത്ത ഈശോയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എന്നാൽ മുറിഞ്ഞ ഈശോയെ, കുരിശ് വഹിക്കുന്ന ഈശോ, പിന്നെ കുരിശിൽ കിടക്കുന്ന ഈശോ, ചമ്മട്ടിയടിയേറ്റ ഈശോ, ശിരസ് മുതൽ പാദം വരെ ശരീരം മുഴുവനും വികൃതമായി തകർക്കപ്പെട്ട ഈശോ, അത് ഞാൻ അധികം അങ്ങനെ ധ്യാനത്തിനൊന്നും എടുക്കാറില്ല. കർത്താവ് പറഞ്ഞു, ധ്യാനിക്കുകയാണെങ്കിൽ ക്രൂശിതനായ യേശുവിനെ, മുറിവേറ്റ തകർക്കപ്പെട്ട കുരിശ് ചുമന്ന, ഗെത്സമനിൽ പീഡ സഹിച്ച, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഈശോയുടെ സംപ്രീതി പിടിച്ചു പറ്റിയപ്പോൾ, സ്വർഗപിതാവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതനായപ്പോൾ, സ്വർഗത്തിൻ്റെ സംപ്രീതിക്ക് പാത്രീഭൂതനായപ്പോൾ, സ്വർഗം നേരിട്ട് പൗലോസ് അപ്പോസ്തലന് പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്: വേറെ ഒന്നിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട, യേശുക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യേശുക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ക്രൂശിതനായ യേശുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ക്രൂശിതനായ യേശുവിനെ കുറിച്ചുള്ള പുസ്തകം കണ്ടുപിടിച്ച് വായിക്കണം. നിങ്ങളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ടത് ക്രൂശിതനായ യേശുവിനെ കുറിച്ചുള്ള ക്രൂശിതനായ യേശുവിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. 1 കൊരിന്തോസ് 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങൾ. അവിടെ പറയാണ്, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളപ്പോഴും ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വായിച്ചു നോക്കിക്കേ. 1 കൊരിന്തോസ് 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എനിക്ക് പലതും ലഭിച്ചിട്ടുണ്ട്. ഗമാലിയലിന്റെ പാദങ്ങളിൽ നിന്ന് ഒരുപാട് ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്, മറ്റനേകം ലോക വിജ്ഞാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ക്രൂശിതനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും വലുതായിട്ട് അപ്പോസ്തലൻ കണക്കാക്കുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ ക്രൂശിതനായ യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്: എനിക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഈ വെളിപാട് സർവപ്രധാനമായി കണക്കാക്കി. സർവപ്രധാനം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതാണ് ഏറ്റവും പ്രധാനം. സർവപ്രധാനമായി കണക്കാക്കി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചത്. വായിച്ചു നോക്കൂ, എന്താ പറയുന്നത്? എനിക്ക് ലഭിച്ചത്, സ്വർഗത്തിൽ നിന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ക്രൂശിതനായ യേശുവിനെ കുറിച്ചുള്ള അറിവ് സർവപ്രധാനമായി കണക്കാക്കി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു. എന്താണ് അത്? തൊട്ട് താഴെയുള്ള വാക്യത്തിൽ എന്താണ് സർവപ്രധാനമായി കണക്കാക്കി പകർന്നു തന്നത്? വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ക്രൂശിതനായ ഈശോയെ കുറിച്ചുള്ള അറിവ് സർവപ്രധാനമായി കണക്കാക്കി അത് തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു, അത് തന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്നു, അത് തന്നെ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നു, അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ തിരുശേഷിപ്പ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലുണ്ട്. ഇവിടെ ഇരുന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ മധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വലിയ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ, ഈശോ, പരിശുദ്ധ അമ്മ ഇവരൊക്കെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഫൗസ്റ്റീനാമ്മയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ: 1 വർഷം മുഴുവനും നിങ്ങൾ ഒരു ചമ്മട്ടി ഉണ്ടാക്കി നിങ്ങളുടെ ശരീരത്തിൽ കിരാതമായി അടിച്ച് മർദ്ദിച്ച് ചോര ഒഴുകുന്നത് പോലെ പീഡകൾ സഹിച്ച് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ 1 വർഷം മുഴുവനും ഇങ്ങനെ ചമ്മട്ടി അടിയേറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ വേറൊരു കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ 1 വർഷം മുഴുവനും എല്ലാ ദിവസവും നിങ്ങൾ ഇവിടുന്ന് നടന്ന് മലയാറ്റൂർ മല കയറി ഇറങ്ങാന്ന് വിചാരിക്കുക പ്രായശ്ചിത്തമായിട്ട്. അങ്ങനെ നിങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിലേറെ കൃപ 1 മണിക്കൂർ എൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർത്താൽ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി 369, വിശുദ്ധ ഫൗസ്റ്റീന ഡയറി പാരഗ്രാഫ് 369 ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 1 വർഷം മുഴുവനുമുള്ള രക്തമൊലിപ്പിക്കുന്ന ചാട്ടവറാടികളെക്കാൾ വൈശിഷ്ട്യം
എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട്. എൻ്റെ വേദനാജനകമായ പാടുപീടകളെ പറ്റിയുള്ള ധ്യാനം നിനക്ക് വളരെ വളരെ ഗുണം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ പാടുപീടകളെക്കുറിച്ച് ധ്യാനിക്കുക, യേശുക്രിസ്തുവിൻ്റെ പാടുപീടകളെക്കുറിച്ച് കേൾക്കുക, യേശുവിൻ്റെ പാടുപീടകളെക്കുറിച്ച് പറയുക. ഇത് നിങ്ങൾ ചെയ്യുന്ന മറ്റേതൊരു പുണ്യപ്രവൃത്തികളെക്കാളും കൃപ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണെന്ന് ഈശോ തന്നെ നേരിട്ട് അനേകം മിസ്റ്റിക്കുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെന്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ, വിശുദ്ധ അഗസ്റ്റിന് ഈശോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്: എ സിംഗിൾ ടിയർ shed at the remembrance of the passion of Jesus is worth more than a pilgrimage to Jerusalem or a year of fasting on bread and water. അതായത് ഈശോ മിശിഹായുടെ കുരിശിലെ പാടുപീടകളെക്കുറിച്ച് ചിന്തിച്ച് ഓർത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ, പ്രായശ്ചിത്തത്തിൻ്റെയോ പശ്ചാത്താപത്തിൻ്റെയോ കണ്ണുനീർ നിങ്ങൾ വീഴ്ത്തിയാൽ നിങ്ങൾ 1 വർഷം മുഴുവനും വെറും പച്ചവെള്ളവും ഉണക്കബ്രെഡും കഴിച്ച് ജീവിച്ച് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ ലോകത്തിലേക്ക് കൃപ വർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കൃപ ഈശോയുടെ കുരിശിലേക്ക് നോക്കി എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞ് ഒന്ന് നിലവിളിച്ചാൽ ലോകത്തിലേക്ക് കൃപ വർഷിക്കപ്പെടും. പവർ പവർ അത്രയ്ക്കും പവർഫുള്ളാണ് ക്രൂശിതനായ യേശുവിനെ ഒന്ന് നോക്കുന്നത്. ഇതാ നമ്മുടെ ആൾത്താരയിൽ ക്രൂശിതനായ ഈശോയുടെ രൂപം. നിങ്ങളൊന്നും വേണ്ട, അങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. Praise the Lord. ഒന്ന് നോക്കിയാൽ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടുന്ന് ജെറുസലേം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജെറുസലേം ധ്യാനകേന്ദ്രമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് പണം മുടക്കി ഇസ്രായേലിൽ പോകണം, എന്നിട്ട് കാൽവരി മലയിലേക്ക് പോവുക. ബെഥലഹേം അവിടെയുള്ള ഹോളി ലാൻഡ് ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് വ്രതം എടുത്ത് പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റ് ചെരുപ്പില്ലാതെ നടന്ന്, പണ്ടത്തെ കാലമാണ്, ചെരുപ്പില്ലാതൊക്കെ നടന്ന് പോകുന്നവരുണ്ട് അവിടേക്ക്. അപ്പം നമ്മൾ മലയാറ്റൂർ മലയ്ക്ക് പോകണ പോലെ ആ പരിസര പ്രദേശത്ത് ഓരോ ചെരുപ്പില്ലാതെ നടന്ന് ഈ രാജ്യങ്ങളിലേക്ക് ഇവിടേക്ക് പോകും. അങ്ങനെ നിങ്ങൾ 1 വർഷം കഷ്ടപ്പെട്ട് ചെയ്യുന്ന തീർത്ഥാടനത്തെക്കാൾ അനേക ഇരട്ടി ഗുണമുണ്ട് ഈ ക്രൂശിതനായ ഈശോയെ നോക്കിയിട്ട് എൻ്റെ ഈശോയെ എന്ന് ഹൃദയത്തിൽ തരുന്ന വിളിച്ചാൽ ഒരു തുള്ളി കണ്ണുനീർ ഈശോയുടെ പീഡാസനം ഓർത്ത് സ്വന്തം പാപത്തെക്കുറിച്ച് അനുദപിച്ച് വന്നാൽ അതാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ്: എ സിംഗിൾ ടിയർ shed at the remembrance of the passion of Jesus is worth more than a pilgrimage to Jerusalem or a year of fasting on bread and water. ഉണക്കബ്രെഡും പച്ചവെള്ളവും കഴിച്ച് 1 വർഷം മുഴുവൻ ഇരുന്ന് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിനേക്കാൾ കൃപ ഒറ്റ പ്രാർത്ഥനയ്ക്ക്, 1 മിനിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടും. അത്രയ്ക്കും പ്രഷ്യസ് ആണ്, അത്രയ്ക്കും എലവേറ്റഡായ, അത്രയ്ക്ക് എലഗൻ്റായ, അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ക്രൂശിതനായ യേശുവിനെ കുറിച്ച്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വേറെ എല്ലാം വിട്ടു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രൂശിതനെ കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ചിന്തിച്ചാൽ മതി, പ്രസംഗിച്ചാൽ മതി. സെന്റ് ബെനവെഞ്ചർ അദ്ദേഹം ഭയങ്കര ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ഭയങ്കര വെരി പവർഫുൾ. കപ്പുച്ചിൻ സഭയ്ക്ക് അറിയാം ബെനവെഞ്ചറിന്റെ വില എന്താണെന്ന്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം പാരീസ് അവിടെ തിയോളജി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ ഒരു വിശുദ്ധനാണ്. തിയോളജി ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ആ തിയോളജി പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സോ ഗ്രേറ്റ്, വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ട് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതേ കാലത്ത് ജീവിച്ചിരുന്ന വേറൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് സെൻറ് തോമസ് അക്വീനാസ്. വേറൊരു വിശുദ്ധനാണ്, ഭയങ്കര ബുദ്ധിമാനാണ് ഈ സെൻറ് തോമസ് അക്വീനാസ്. ഭയങ്കര ബുദ്ധിമാനാണ് ഈ സെൻറ് തോമസ് അക്വീനാസ്. പണ്ട് എഴുതിയ സുമ്മാ തിയോളജിക്ക് പോലുള്ള വലിയ വലിയ ഗ്രന്ഥത്തിൻ്റെ ഓരോ സെൻറ്റൻസ് എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ പോയി ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്നത്. അത്രയും വലിയ ബുദ്ധിമാനാണ് ഈ സെൻറ് തോമസ് അക്വീനാസ്. ഈ സെൻറ് തോമസ് അക്വീനാസ് ഈ സെൻറ് ബെനവെഞ്ചൂർ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് അത്ഭുത പരതന്ത്രനായി. ഇത്രമാത്രം ജ്ഞാനം എങ്ങനെ ഒരു മനുഷ്യന് കിട്ടും?
എങ്ങനെ ഈ ഏത് പുസ്തകം വായിച്ചിട്ടാണ് ഈ ബനവഞ്ചൂറിന് ഇത്രമാത്രം ഒരു സ്വർഗീയ ജ്ഞാനം കിട്ടിയത്? ഇതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നു? ഈ സെൻറ് തോമസ് അക്വീനാസ് അത്ഭുത പരതന്ത്രനായി. അങ്ങനെ സെൻറ് തോമസ് അക്വീനാസ് ഒരു ദിവസം ബെനവഞ്ചർ പുണ്യവാളിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയ്ക്കും ഫണ്ടാസ്റ്റിക്കായിട്ട് തിയോളജി അവതരിപ്പിക്കാൻ പറ്റുന്നത്? ഇത് വണ്ടർഫുൾ ആയിരിക്കണമല്ലോ, എനിക്ക് ആ കുറച്ച് പുസ്തകം ഒന്ന് റെഫർ ചെയ്യാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിശുദ്ധ ബനവഞ്ചൂർ പറഞ്ഞു, ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക്, അദ്ദേഹത്തെ വായിക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വായിക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഒരു കുഞ്ഞു മുറി. ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ ഒന്നുമില്ല, പുസ്തകവും ഇല്ല, ലൈബ്രറിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും പുസ്തകം കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബനവഞ്ചൂർ ഒരു ക്രൂശിതരൂപം അവിടെയുണ്ട്. ആ ക്രൂശിതരൂപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഏക പുസ്തകം, ഞാൻ കുറച്ച് സാധാരണക്കാരുടെ പുസ്തകം പോലൊക്കെ അത് വായിക്കുന്നുണ്ട്, പിന്നെ ഐ ഡോണ്ട് റീഡ് എനി അതർ ബുക്ക് ദാൻ ദിസ് ക്രൂസിഫിക്സ്. ഈ ക്രൂശിതനായ ഈശോ മാത്രമാണ് എൻ്റെ പുസ്തകം. ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോണത്. ഇവിടെ നിന്നാണ് എനിക്ക് എല്ലാ വിജ്ഞാനവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്രൂസിഫിക്സിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇന്ന് അടിത്തറയില്ലാത്തതും ഇന്ന് അപ്പുപന്താടി പോലെയുള്ള ആധ്യാത്മികതയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം ക്രൂശിതനായ ഈശോയെ ധ്യാനിക്കുന്നില്ല. ഉറപ്പാണ്. ക്രൂശിതനായ ഈശോയെ ധ്യാനിക്കാത്ത ആധ്യാത്മികത അപ്പൂപ്പന്താടി പോലുള്ള ആധ്യാത്മികതയാണ്. അത് അവിടെ പോയി ഇവിടെ അല്പം, അവിടെ അല്പം, ഇവിടെ അല്പം, അതാ മറിഞ്ഞു വീഴുന്നു, തീർന്നു, പിന്നെ ഇല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മ ത്രേസ്യ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലാണ് നമ്മുടെ CMC സിസ്റ്റർമാരൊക്കെ പ്രിയപ്പെട്ട ഒരു സിസ്റ്ററാണ് സിസ്റ്റർ അമ്മ ത്രേസ്യ. വട്ടായലിസിനും വേണ്ടപ്പെട്ട ഒരു സിസ്റ്ററാണ് സിസ്റ്റർ അമ്മ ത്രേസ്യ. പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ ഒരു പേട്രൺ സെൻ്റ് കൂടെയാണ്. PDM-ൻ്റെയും അഭിഷേക് സിസ്റ്റേഴ്സിൻ്റെ ഒരു പേട്രൺ സെൻ്റായിട്ട് ചാവറ പിതാവിനെയും അമ്മ ത്രേസ്യനെ ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അമ്മ ത്രേസ്യ ഫോർ മോർ ദാൻ 2 decades ലൂക്ക്വാം സ്പിരിച്വാലിറ്റി, റിലീജിയോസിറ്റിയുടെ ഉടമയായിരുന്നു. ലൂക്ക്വാം എന്ന് പറഞ്ഞാൽ എന്താ? മന്ദോഷ്ണത എന്ന് പറഞ്ഞാൽ വലിയ തീഷ്ണതയില്ല, പക്ഷേ ഇങ്ങനെയെല്ലാം ഉണ്ട്. ഒരു ചടങ്ങ്, പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് ചില ചരിത്ര പുസ്തകത്തിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അത്രയും വലിയ തീഷ്ണതയൊന്നുള്ള ആളായിരുന്നില്ല അമ്മ ത്രേസ്യയുടെ ആദ്യത്തെ 2 decades, 2 പതിറ്റാണ്ട് കാലം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ സാധാരണ ഒരു രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ചരിത്രത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്. ഒരു ദിവസം അമ്മ ത്രേസ്യ സിസ്റ്ററാണ്, മഠത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടി പോകും. ഒത്തിരി ബിസിയായിട്ടുള്ള സിസ്റ്ററായിരുന്നു, നല്ല ബുദ്ധിയുള്ള സിസ്റ്ററാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ശരി, അമ്മ ത്രേസ്യ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ആ കോൺവെൻറ്റിൽ ഒരു ഫീസ്റ്റിന് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുകയാണ്. കോൺവെൻറ്റിൽ ഫീസ്റ്റിന് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അവിടെ പീഡ സഹിക്കുന്ന, അതായത് ചമ്മട്ടിയടി, കൽത്തുറിങ്ങിൽ കെട്ടിയിട്ട് ചമ്മട്ടി അടിക്കുന്ന ഈശോയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യു ആണ് അലങ്കരിച്ച് വെക്കാൻ പോണത്. അതിനോട് ബന്ധപ്പെട്ട ഒരു ഫീസ്റ്റാണ്. അപ്പോൾ പോണ വഴിക്ക് ബിസിയായിട്ട് അമ്മ ത്രേസ്യ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്ക് ഈ സ്റ്റാച്യുവിലേക്ക് ഒന്ന് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ ത്രേസ്യയുടെ ചരിത്രത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ സ്റ്റാച്യുവിലേക്ക് നോക്കി അന്ന് തൊട്ട് അമ്മ ത്രേസ്യയുടെ ജീവിതം മാറാൻ തുടങ്ങി. She was about to walk into the convent's chapel when she saw a statue of Christ that had been set aside for an upcoming celebration. The statue depicted Christ being scourged at the pillar, and at the sight of it shook her to the root of her being and stirred a deep devotion in her. She was never the same again. ആ ഒരു സെക്കൻഡ് തൊട്ട് പിന്നെ സിസ്റ്ററിന് പഴയതുപോലെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ഫ്രം ദിസ് പോയിന്റ് ഓൺവേർഡ് തെരേസാസ് സ്റ്റോറി ഈസ് എ ഡിഫറെൻറ്റ് വൺ. ഷീ ഹാഡ് മിറാക്കുലസ് എൻകൗണ്ടേഴ്സ് വിത്ത് ജീസസ്. ഷീ ഹാഡ് ഇൻ്റലക്ച്വൽ വിഷൻസ് വിച്ച് imparted her so much of theological wisdom. She saw Jesus. She had visions of angels. She had visions of demons and vision of hell. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ മുഴുവനും ആ ഒരു മോമെൻ്റ് തൊട്ട് മാറ്റം വരാൻ തുടങ്ങി. A statue which was there
depicted the scourging at the pillar. ഹല്ലേലൂയ. ചമ്മട്ടി അടിക്കുന്ന ഈശോയുടെ ഒരു സ്റ്റാച്ചു അവിടെ വെച്ചോളൂ. അതിനെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യുന്നത് നോക്കിയിട്ട് അങ്ങ് പോയേ ഉള്ളൂ. ഓൾ ഓൺ എ സഡൻ സംതിങ് ടച്ച്ഡ് ഹർ ഹാർട്ട്. ഇറ്റ് ട്രാൻസ്ഫോംഡ് ഹർ. അമ്മ ത്രേസ്യയുടെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചു. ഇതിനെക്കുറിച്ച് മറ്റു വിശുദ്ധന്മാർ കുറച്ച് വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട്. അതിൽ 1-2 പേരുടെ പേര് പറയാം. ഒന്നാമത്തെ ആള് സെന്റ് ബെനവഞ്ചർ തന്നെയാണ്. സെന്റ് ബെനവഞ്ചർ പറഞ്ഞത് എങ്ങനെയാണ്? ഹി ഹു ഡിസയേഴ്സ് ടു ഗോ ഓൺ അഡ്വാൻസിങ് ഫ്രം വെർച്യൂ ടു വെർച്യൂ, ഫ്രം ഗ്രേസ് ടു ഗ്രേസ്, ഷുഡ് മെഡിറ്റേറ്റ് കണ്ടിന്യൂലി ഓൺ ദ പാഷൻ ഓഫ് ജീസസ്. There is no practice more than profitable for the entire sanctification of the soul than the frequent meditation of the suffering of Jesus Christ. അതായത് നിങ്ങൾ കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ ബെനവഞ്ചർ പറഞ്ഞെങ്ങനെയാണ്? ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഉപകാരപ്രദമായ മറ്റൊരു പ്രാർത്ഥന ലോകത്തിൽ നൽകപ്പെട്ടിട്ടില്ല. ഞാനിത് അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഞാനൊരു സൂത്രം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാം. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അത് അതുവരെ ആരോടും പറയാത്ത സൂത്രമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുരിശിന് വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വലിയ നോമ്പെന്ന് കാരണം ഉടനെ ഇടവപ്പള്ളിയിൽ പണ്ട് ചെറുപ്പത്തിൽ പോയി കുരിശിന് വഴി ചെയ്ത് മടുത്ത ആ ഫീലിംഗാണ് എനിക്കെപ്പോഴും. അത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറുണ്ട്. ഇടവപ്പള്ളിയിലത്തെ കുരിശിന് വഴിയാണ് ഭയങ്കര പാട്ടും പരിപാടിയായിട്ട് തലകുത്തി മറിഞ്ഞ് വീഴും. അപ്പോൾ ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇപ്പോൾ ഇഷ്ടമായി വരുന്നുണ്ട്, പക്ഷേ ഈ പഴയ ഓർമ്മ വെച്ചിട്ട് കുരിശിന് വഴിയുടെ പഴയ പാട്ടും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഭയങ്കര വിഷമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ് പാട്ട് നിർബന്ധം, ഇവന് എനിക്ക് പാട്ട് പാടാൻ അറിയൂല്ല. കർത്താവ് പറഞ്ഞ് പാട്ട് നിർബന്ധമുള്ള കാര്യമല്ല. ആ 14 ഏറ്റവും എളുപ്പത്തിൽ ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ആ 14 സ്റ്റേഷൻസ് ആദ്യം അങ്ങോട്ട് കാണാതെ പഠിക്കുക. 1-ാം സ്ഥലം ഈശോ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നു. 2-ാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു. 3-ാം സ്ഥലം ഈശോ കുരിശുമായി 1-ാം പ്രാവശ്യം വീഴുന്നു. ഇപ്പോൾ എഴുതിയെടുക്കണ്ട, അത് ഓർത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. 4-ാം സ്ഥലം വഴിയിൽ വെച്ച് മാതാവിനെ ഇപ്പോൾ അതങ്ങോട്ട് പറയുക. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചെന്ന് കുറച്ച് നേരം ഒന്ന് ഓർക്കുക. അവിടെ കമിഴ്ന്ന് വീഴുക. അപ്പോൾ കർത്താവ് വേറെ പ്രാർത്ഥനകൾ തരും. ചിലപ്പോൾ മണിക്കൂറുകൾ പിടിക്കും, ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീരുകയും ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രാർത്ഥനയാണത്. നിങ്ങളിങ്ങനെ ഈ ജസ്റ്റ് ഈ 14 സ്ഥലം മാത്രം ചൊല്ലിയിട്ട് കുറച്ച് നേരം ഓർക്കണം. വെറുതെ ചടങ്ങ് ചെയ്യരുത്, ചപ്പടാച്ചി കാണിക്കരുത്. ആരും ഇല്ലാത്ത സമയത്ത് രഹസ്യത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഒന്നുകിൽ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഉറക്കിയതിന് ശേഷം നിങ്ങളിത് ചെയ്യാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളിത് ചെയ്യാം. ആരും ഇല്ലാത്ത സമയത്ത് മുറി അടച്ചു വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് പുറപ്പിക്കൂടെ ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യണം, ഹൃദയത്തിൽ നിന്ന് ചെയ്യണം. ഡെഫിനറ്റായിട്ട് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. വേറെ ഒന്നും ചെയ്യണ്ട, സിമ്പിളി ഇതൊന്ന് ഓർത്താൽ മതി. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഇങ്ങനെ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിലോ വാരണാസിയിലോ എവിടെയെങ്കിലും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാം, നിങ്ങളുടെ മുറിയിൽ തന്നെ ഇത് ചെയ്യാം, നിങ്ങളുടെ പറമ്പിൽ ഇത് ചെയ്യാം, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ ബെനവഞ്ചർ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് സെന്റ് പോൾ ഓഫ് ദി ക്രോസ്. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്? ദ റിമംബറൻസ് ഓഫ് ദി മോസ്റ്റ് ഹോളി പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഡോർ ത്രൂ വിച്ച് ദ സോൾ എൻറ്റേഴ്സ് into intimate union with God, interior recollection and most sublime contemplation. ഏറ്റവും ഉദാത്തമായ ഒരു ഇൻറ്റിമസിയിലേക്ക് വരണത്, അതിലേക്കുള്ള ഡോറാണ് ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. ഒരു ക്രൂശിത രൂപം വാങ്ങി രൂപം വാങ്ങാൻ പറ്റാത്തൊരു വെറുതെ പടം വാങ്ങി വെച്ചാലും മതി. അല്ലാത്തവർക്ക് ഓർക്കാൻ പറ്റിയ ഹൃദയം കൊണ്ട് ഓർത്താൽ മതി. ക്രൂശിതനായ യേശുവിനെ ഓർക്കുക. സെന്റ് ഫ്രാൻസിസ് ദി സാലസ് പുണ്യവാളൻ പറഞ്ഞിരിക്കുകയാണ്, ഇഫ് യു കണ്ടംപ്ലേറ്റ് ജീസസ് ക്രൈസ്റ്റ് ഫ്രീക്വന്റ്ലി ഇൻ മെഡിറ്റേഷൻ, യുവർ ഹോൾ സോൾ വിൽ ബി ഫിൽഡ് വിത്ത് ഹിം. യു വിൽ ഗ്രോ ഇൻ ഹിസ് ലൈക്ക്നെസ് ആൻഡ് യുവർ ആക്ഷൻസ് വിൽ ബി മോഡൽഡ് ആഫ്റ്റർ ഹിം. അതായത് നിങ്ങൾ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം ക്രൂശിതനായ യേശുവിനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യുക, ചിന്തിക്കുക, ധ്യാനിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ആത്മാക്കൾ പല ലെവലിലാണ്. അപ്പോൾ ജർത്രൂദ് എന്ന് പറഞ്ഞ വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? ഇഫ് യു ആർ അൺഏബിൾ ടു മെഡിറ്റേറ്റ് ഓൺ മൈ ക്രൂസിഫിക്ഷൻ, എവറി ടൈം വൺ കിസസ് ദ ക്രൂസിഫിക്സ് ഓർ ലുക്സ് അറ്റ് ഇറ്റ് വിത്ത് ഡിവോഷൻ, then the grace flows. നീ ഓരോ തവണയും ക്രൂശിതമെടുത്ത് ചുംബിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിൽ ഭയഭക്തി സ്നേഹത്തോടെ ക്രൂശിതത്തിലേക്ക് നോക്കുമ്പോൾ, സ്വർഗത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകാൻ ആരംഭിക്കുന്നു.